നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക. ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ്. എങ്ങനെ നമുക്ക് യൂട്യൂബിൽ തമ്പനെയിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു മലയാളം ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടാണ് പോയാലോ. ഗൈസ്, നമുക്ക് അതിനായിട്ട് വേണ്ടത് വൈറ്റ് സ്റ്റുഡിയോ എന്ന ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കണം. നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. ഒരു യൂട്യൂബർ ആണെങ്കിൽ അതൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞു. ഇതിലിപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അടിച്ചതിന് ശേഷം ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഇവിടെ മെസ്സേജ് വരുന്ന കാരണം ഗൈസ് വല്ലാത്ത കഷ്ടം തന്നെയാണ്. അവിടെ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ അവിടെ തെറ്റടിച്ച് ഇവിടെ ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യും. കാണുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ ആ വീഡിയോ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാണുന്ന ഒരു പെൻസിലിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കാണിക്കും വ്യൂസ്, വാച്ച് ടൈം എത്രയൊക്കെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണിക്കും. ഞാനിപ്പോൾ ആ പെൻസിൽ അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പെൻസിലിൻ്റെ അവിടെ ഇനിയാണ് നിങ്ങൾ ആ പെൻസിലിൻ്റെ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ഒന്നും കൂടെ ഈ പെൻസിൽ ഇവിടെ നിങ്ങൾ കാണിക്കൂ. ഇവിടെ നിങ്ങൾ പബ്ലിക് ആണെങ്കിൽ പബ്ലിക്ക്, ടാഗ് കൊടുക്കണം, ടാഗ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ഇവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഉണ്ടാവും, അത് നിൽക്കുക. അത് നിൽക്കുക നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ കസ്റ്റം തബ്നെയിലാണെങ്കിൽ നിങ്ങൾക്ക് അതുണ്ടാവും. നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെക്കേണ്ട തമ്പനെയിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫയലിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതിലാണോ ആ തമ്പനെയിൽ വെച്ചിരിക്കുന്നത്, പിക്സൽ ലാബ് ആണെങ്കിൽ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്യണ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ അടുത്ത വീഡിയോ ഞാൻ അതായിട്ടും വരും. പിക്സൽ ലാബിൽ എങ്ങനെ എഡിറ്റിങ് പഠിക്കാമെന്നുള്ള വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കാണണം. ഇവിടെ ഞാൻ പിക്സൽ ലാബ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ഇതിൽ ഞാൻ പിക്സൽ ലാബിൽ തബ്നെയിൽ ഉണ്ടാക്കിയ ഫോട്ടോകളുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ അത് നോക്കിയിട്ട് ഇവിടെ ഓക്കെ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിച്ചാൽ ഇങ്ങനെ വരും. നമുക്ക് വേണ്ടത്ര സെലക്ട് നീക്കണമെങ്കിൽ നീക്കുക. അങ്ങനെയൊക്കെ നീക്കിയിട്ട് നമുക്ക് സെലക്ട് എന്ന് അടിച്ചു കൊടുക്കുക. അവിടെ സേവ് എന്ന ഓപ്ഷൻ വരും. ആ സേവും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു പബ്ലിക്, ആഡ് ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെ സെലക്ട് ഓഡിയൻസ്, ആഡ് ടു പ്ലേലിസ്റ്റ് ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊന്ന് സേവ് അടിച്ച് കൊടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ചെയ്തവരാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ട് സേവ് അടിച്ച് കൊടുക്കുക. പിന്നെ അവിടെ ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ സേവ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. സേവ് അടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. സേവ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് മേലെ ഈ സൈഡിലായിട്ട് കാണുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ലോഡിങ് ആവും.
ലോഡിങ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ തമ്പനയിൽ അവിടെ ആഡ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഇനി ഹോമിൽ പോയിട്ട് നിങ്ങളെ വീഡിയോ നോക്കിയാൽ ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ ഇതവിടെ ഇങ്ങനെ ലോഡാവുന്നുണ്ട്. റേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് ഗൈസ്. 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് പറയുന്നത്. നെറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ ലോഡാവുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത്ര ടൈം പിടിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇപ്പോൾ എഡിറ്റ് സേവ്ഡ് ആയി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങളുടെ തമ്പനയിൽ ഇവിടെ ആഡായി. ഒക്കെ ഏത് തമ്പനയിലും നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾ തമ്പനയിൽ നല്ല ഉഷാറാക്കി വെക്കണം ഗായ്സ്. എന്നാൽ മാത്രമേ വീഡിയോ ഒരു ക്വാളിറ്റിയിൽ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് ബാക്കടിച്ചാൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ഹോം പേജിലെത്തിയാൽ നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളുടെ ഏത് വീഡിയോ ആണ് നിങ്ങൾ തമ്പനയിൽ വെക്കാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ അവിടെ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ തമ്പനയിൽ അവിടെ ക്ലിയറായി കാണുന്നുണ്ടാവും. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ തമ്പനയിൽ വെക്കാനുള്ളത്. വളരെ ഈസിയാണ് ഗൈസ്, വളരെ ഈസിയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ വീഡിയോക്ക് എത്രമാത്രം നിങ്ങൾ തമ്പനയിൽ ഉഷാറാക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ വീഡിയോ നിലനിൽക്കും. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്. അതിനനുസരിച്ച് നിങ്ങൾ അടിപൊളി തമ്പനയിൽ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്യുക. പിന്നെ അതുപോലെ എപ്പോഴും പറയാനുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക. ബൈ.